രാഹുൽ ദാസിന് എന്തും പറയാം. അത് കുഞ്ഞ് അവന് എന്തും പറയാം. രേണു സുധിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ രേണു സുധിയുടെ വീട്ടുകാരെ രേണു സുധി നികൃഷ്ട ജീവികൾ, വൃത്തികെട്ട ആൾക്കാർ. അങ്ങനെയാ. രേണു സുധിക്ക് ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. അന്നേരം പാവം കുഞ്ഞ്. ഇതിന്റെ അടി വരുന്ന കമന്റ്സ് കണ്ടോണം. ഇപ്പോഴേ ഞാൻ പറയാം എന്തൊക്കെയാ വരുന്നതെന്ന്. അവൾ അവനെ ഇട്ടുകൊടുത്തതല്ല. പല കാര്യങ്ങളും ഞാൻ മൗനം പാലിച്ചിരുന്നു. ഇനി അങ്ങനെ മൗനം പാലിക്കുന്നില്ല. ഇനി ഞാൻ മൗനം പാലിക്കുന്നില്ല. മൗനം പാലിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? ക്യാൻസർ വന്നിട്ട് എന്നെ തെറി പറയുന്നവർ തന്നെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. മൗനം പാലിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? ചിത്ര എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ആരും ഒന്നും കൊണ്ട് തരുന്നില്ല. എത്രയോ പേര് എനിക്ക് കൊണ്ട് തരും. ഞാനതൊക്കെ പിന്നീട് സംസാരിക്കാം. പറഞ്ഞ ഇമോഷണൽ ആവും. ആഹാ, കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട്. പിന്നെ വന്നിട്ടുണ്ടോ ഓരോരോ വിവാദങ്ങളുമായിട്ട്? ഇവരെ കുറിച്ച് ഇപ്പൊ ആരും വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. ഇവരെ കുറിച്ച് ആരും ഇപ്പൊ അന്വേഷിക്കാറ് പോലും ഇല്ല. ഇപ്പോ രാഹുൽ ദാസ്, അതായത് കിച്ചു ബിഗ് ബോസിൽ പോകുന്നൊക്കെ വന്നല്ലോ. അത് കേട്ടപ്പോ ഇവർക്ക് അങ്ങോട്ട് ഒരു എന്താ പറയുന്ന ഒരു ഇരിക്കപ്പുറതി ഇല്ലായ്മ. രാഹുൽ ദാസിനെ പറ്റി രണ്ട് വർത്തമാനം പറയാം. അവ അങ്ങനെ ഇപ്പം ബിഗ് ബോസിൽ പോയിട്ട് വലിയ സാറാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഒരു ഇന്റർവ്യൂ ആയിട്ട് വന്നേക്കുന്നത്. ഇവർക്ക് ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഇവർക്ക് അവരുടെ അസുഖത്തിന്റെ ട്രീറ്റ്മെന്റും എടുത്ത് ശാന്തി സമാധാനമായിട്ട് ഇരുന്നാൽ പോരെ? വീണ്ടും ഒരു ഇന്റർവ്യൂ ആയിട്ട് എന്തിനാ ഇവർ ഇങ്ങനെ വരുന്നത്? അതും രാഹുൽ ദാസിന് എന്തും പറയാം. രേണു സുധിക്ക് ഒന്നും പറയാൻ വയ്യ. രാഹുൽ ദാസിന് ഇട്ടുകൊടുത്തതാണ്. അതെ, നിങ്ങൾ ഇട്ടുകൊടുത്തതാണ്. ഇപ്പോഴും ഇട്ടുകൊടുത്തോണ്ടേയിരിക്കുന്നു. ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്നത് തന്നെയല്ലേ? അല്ലേ? പറയുന്നത് എന്താണ്? ക്യാൻസർ വന്നണക്കെ പോലും അവരെ ആരും വെറുതെ വിട്ടില്ല. കമന്റ്സ് വരും, അത് വരും, ഇത് വരും എന്നൊക്കെയാണ് പറയുന്നത്. ക്യാൻസർ വന്നിട്ടായാലും ഇപ്പോൾ പോലും നിങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ടോ? നിങ്ങൾ രാഹുൽ ദാസിനെയും ഓരോ നെഗറ്റീവും പറഞ്ഞ് ഓരോ ഇങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോരോ വിവാദങ്ങളുമായിട്ട് വന്നുകൊണ്ടിരിക്കുമല്ലേ? അതുകൊണ്ടല്ലേ ഓരോന്ന് പറയുന്നത്. ഇപ്പൊ കണ്ടോ, ഈ ഒരു ഇന്റർവ്യൂവിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇനി ഒന്നും മൗനം പാലിക്കത്തില്ലത്രേ. ഇനി എന്താണ് പറയാനുള്ളത് രാഹുൽ ദാസിനെ കുറിച്ച്? എല്ലാരും എല്ലാം അറിഞ്ഞു. ഇനി ഒന്നും പറയാനില്ല. പിന്നെ പറയാൻ ഞാൻ ഒന്നും പറയുന്നില്ല. ഇനി അല്ല, കുറെ നാളുകൊണ്ടേ ഈ രേണു സുധിയൊക്കെ പറയുന്നതാണ്, രേണു വാ തുറന്നു കഴിഞ്ഞാൽ രാഹുൽ ദാസിന് ബുദ്ധിമുട്ട്. അത് ഇപ്പോഴും പറയുന്നത് അത് തന്നെയാണ്. ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയാന്ന്. പറയണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയൂ. എല്ലാരും എല്ലാം അറിഞ്ഞില്ലേ? ഇനി എന്താണ് കിച്ചുനെ കുറിച്ച് എല്ലാം അറിയാനുള്ളത്? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയൂ. ഇനി ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ബോംബ് ഇങ്ങനെ വെച്ചേക്കുവാണ്. എന്താണ് എന്ത് ബോംബ്? ചുമ്മാ ബോംബൊന്നും ഉണ്ടാവില്ല കേട്ടോ. വലിയ ബോംബായിട്ട് കൊണ്ടുപോകും, ഒലപ്പടക്കായിട്ട് പോകും മിക്കവാറും. ഇനി രാഹുൽ ദാസിനെ കുറിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. ചുമ്മാതെ. അപ്പൊ ആൾക്കാർക്ക് ഇങ്ങനെ ക്യൂരിയോസിറ്റി ആവത്തില്ല. എന്തായിരിക്കും ഇനി രേണു സുധിയുടെ മനസ്സിലുള്ളത്? എന്തായിരിക്കും രേണുവിന്റെ മനസ്സിലുള്ളത്? ഒരു ക്യൂരിയോസിറ്റി വരത്തില്ലേ? അതിന് വേണ്ടിയിട്ട് ആൾക്കാരെ ഇങ്ങനെ പിടിച്ചിരുത്താനും ഇനി രേണു സുധിയെ കുറിച്ച് വീണ്ടും ഒരു ചർച്ചാ വിഷയവും വീണ്ടും റിയാക്ഷൻ വീഡിയോയും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചുമ്മാതെ പറയുന്നതായിരിക്കും എന്ന് തോന്നുന്നു. എന്തോ അറിയില്ല. ഇപ്പൊ അവർക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്റെ അഭിപ്രായം ഇതാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിൽ പറയൂ കേട്ടോ.